ഇന്ന് ഒ ടി ടി വന്നൊരു സീരീസാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഇതൊരു സീരീസാണ്. ഇത് C5 റിലീസായിരിക്കുന്നത്. എപ്പിസോഡ് 1 ആണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. ഇതൊരു ഹൊറർ സീരീസാണ്. സീരീസ് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇതൊരു നല്ലൊരു ഹൊറർ സീരീസാണ്. ഇന്ന് ഒ ടി ടി റിലീസായ ഒരു തെലുങ്ക് ചിത്രമാണ് തെലിസ്കട. ഇതൊരു തെലുങ്ക് റൊമാൻസ് ചിത്രമാണ്. ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലാണ്. ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് ഒരു തെലുങ്ക് റൊമാൻസ് ചിത്രമാണ്. യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് ഒ ടി ടി വന്ന ഒരു വേറൊരു പടമാണ് അവിഹിതം. ഈ പടം ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പടം ഒ ടി ടി റിലീസായിരിക്കുന്നത്. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഈ പടം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പടം എനിക്ക് പേഴ്സണലി വലിയതായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. ഇന്ന് ഒ ടി ടി റിലീസായ ഒരു അടിപൊളി കിടുക്കാച്ചി സിനിമയാണ് പ്രദീപ് രംഗനാഥും മമിത ബൈജു അഭിനയിച്ച ഡൂഡ്. ഇതൊരു പ്രണയ ചിത്രമാണ്. ചിത്രം അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി സിനിമയാണ്. സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിലാണ് പടം ഒ ടി ടി റിലീസായിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ആ നിലവാരം. നെറ്റ്ഫ്ലിക്സ് എടുക്കുന്ന പടം അങ്ങനെ ചവറ് പടങ്ങളൊന്നും നെറ്റ്ഫ്ലിക്സ് എടുക്കാറില്ല. അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. സുഹൃത്തുക്കളെ, ഇന്ന് റിലീസായ ഒരു പടമാണ് വള. ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും അഭിനയിച്ച ഒരു അടിപൊളി പടമാണ് വള. ഈ പടത്തിൽ ഇവരെ കൂടാതെ അബു സലീം, വിജയരാഘവൻ തുടങ്ങിയവരും പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ശാന്തി കൃഷ്ണയുണ്ട്. ഈ പടം സൈനാപ്ലയിലാണ് ഒ ടി ടി റിലീസായിരിക്കുന്നത്. ഇന്നാണ് പടം റിലീസായിരിക്കുന്നത്. പടം മികച്ചൊരു അടിപൊളി ഒരു സിനിമയാണ് വള. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. സുഹൃത്തുക്കളെ, ഇന്ന് ഒ ടി ടി റിലീസായ ഒരു സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷ് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷാണ് ഈ പടത്തിൽ മെയിൻ ക്യാരക്ടർ. ഒരു യക്ഷിപ്പടമാണ് ഈ പടം. ഗായത്രി സുരേഷ് യക്ഷിയായിട്ട് അഭിനയിക്കുന്നൊരു സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് CS വിനായകനാണ്. പടം ഒ ടി ടിയിൽ ഇന്ന് അവൈലബിൾ ആണ്. അടിപൊളി ഒരു യക്ഷിപ്പടമാണ്. പക്ഷേ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ വെച്ചാൽ ഈ പടത്തിൻ്റെ ഒരു പേരാണ്. ഇതൊരു B ഗ്രേഡ് പടത്തിൻ്റെ ഒരു പേര് പോലെയാണ് എനിക്ക് തോന്നിയത്, തയ്യൽ മിഷൻ. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ പേടിച്ചോ ഇല്ലെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ഒ ടി ടി കണ്ടുകൊണ്ടാണോ എന്നറിയത്തില്ല. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇന്ന് റിലീസായ ഒരു തമിഴ് സീരീസിനെ കുറിച്ചാണ്. ദാഹ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തൊരു തമിഴ് സീരീസാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് സൈബറുമായിട്ട് ബന്ധപ്പെട്ടൊരു സീരീസാണ് നെറ്റ്വർക്ക്. ഇന്നത്തെ ജനറേഷന് ഇഷ്ടപ്പെടുന്നൊരു സീരീസാണിത്. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. നമ്മൾ ആകാംക്ഷയുടെ കാത്തിരുന്ന സിനിമയാണ് DSAയുടെ ഒ ടി ടി തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത 3ാമത്തെ സിനിമയാണ് DSA. പ്രണവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 31 തീയതിയാണ് പടം റിലീസായത്. 113 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ചിത്രത്തിൻ്റെ റിലീസിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഡിസംബർ 25 തീയതി, അതായത് ക്രിസ്മസിൻ്റെ അന്ന് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. പടം ഇപ്പോഴും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഞാൻ ചിരിച്ച് മണ്ണ് തപ്പിയൊരു സീരീസിനെ കുറിച്ചാണ്. കല്യാണം ഡും ഡും എന്നൊരു സീരീസിനെ കുറിച്ചാണ്. ഈ സീരീസ് റിലീസായിരിക്കുന്നത് തേൻകൊട്ട എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തേക്കുന്നത്. ദേവിക ദാമുവും സിദ്ധുവും അഭിനയിച്ചിരിക്കുന്നു. ഒക്ടോബർ 30 തീയതി ഇത് ഓൾറെഡി ഒ ടി ടി റിലീസായിട്ടുണ്ട്. അടിപൊളി സീരീസാണ്. ഇപ്പോൾ ഒരുപാട് സീരീസുകൾ മലയാളത്തിലും തമിഴിലെല്ലാം വരുന്നുണ്ട്. അതിൽ കണ്ടതിലൊരു മികച്ചൊരു സീരീസാണ് കല്യാണം ഡും ഡും. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സീരീസാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. അടുത്തായിട്ട് പറയാൻ പോകുന്നത് നിശാഞ്ചി എന്നൊരു ഹിന്ദി സിനിമയെക്കുറിച്ചാണ്. ഇത് അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്തൊരു കിടുക്കാച്ചി ഡ്രാമ ത്രില്ലർ സിനിമയാണ് നിശാഞ്ചി. സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഐശ്വര്യയും വേദിക പിൻഡോയുമാണ്. 177 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. ചിത്രം ആമസോണിൽ ഇപ്പോൾ ലഭ്യമാണ്. ചിത്രം കിടുക്കാച്ചി സിനിമ എന്ന് വെച്ചാൽ കിടുക്കാച്ചി സിനിമ. അടിപൊളി ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ വണക്കം. നിങ്ങളെ ഞാനിന്ന് പേടിപ്പിച്ച് കൊല്ലും. പേടിക്കാൻ വേണ്ടി അടുത്തൊരു ഇംഗ്ലീഷ് പടം കൂടെ വന്നിട്ടുണ്ട്, ദ ആസ്ട്രോനട്ട്. ത്രില്ലർ അമേരിക്കൻ സയൻസ് ഹൊറർ സിനിമയാണിത്. ഈ പടം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പടം കണ്ടിട്ട് നിങ്ങൾ പേടിച്ചോ ഇല്ലെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതിലൊരു മികച്ചൊരു സിനിമയാണ് ദ ആസ്ട്രോനട്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.